ഹായ് ഓൾ, വെൽക്കം ടു ജിബീസായി. ഇന്ന് യോർക്കിൽ കാണേണ്ട ചില സ്ഥലങ്ങൾ പരിചയപ്പെടാം. ഇതാണ് മെർച്ചന്റ് അഡ്വഞ്ചേഴ്സ് ഹാൾ. 1350 തടി ഫ്രെയിമുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കെട്ടിടം വ്യാപാരികൾ സമ്മേളിച്ചിരുന്ന ഒരിടമായിരുന്നു. ഹാളും ചാപ്പലുമൊക്കെയുള്ള ഈ കെട്ടിടം ഇപ്പോൾ മ്യൂസിയമായും എക്സിബിഷൻ ഹാളായും ഉപയോഗിക്കുന്നു. യൂറോപ്പിലെ മോസ്റ്റ് ഹോണ്ടഡ് സിറ്റിയായി അറിയപ്പെടുന്ന യോർക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സന്ദർശിക്കേണ്ട സ്ഥലങ്ങളാണ് ദ യോർക്ക് ഡങ്കനും ഗോസ്റ്റ് മെർജന്റ് ഷോപ്പും ഗോൾഡൻ ഫ്ലീസിനും ജോർവിക് വൈക്കിംഗ് സെന്ററുമൊക്കെ. യോർക്കിലെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഷാമ്പിൾ സ്ട്രീറ്റും ഷാമ്പിൾസ് മാർക്കറ്റും. ഇവിടുത്തെ സ്റ്റാളുകളിൽ പലതരത്തിലുള്ള ലോക്കൽ ക്രാഫ്റ്റ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ഒക്കെ വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് സിറ്റി എന്നറിയപ്പെടുന്ന യോർക്കിന്റെ ചോക്ലേറ്റ് ഹിസ്റ്ററി മനസ്സിലാക്കാൻ യോർക്സ് ചോക്ലേറ്റ് സ്റ്റോറി എന്ന ഷോപ്പും സന്ദർശിക്കാവുന്നതാണ്. തിരക്കുള്ള ഇവിടുത്തെ സ്ട്രീറ്റുകളിലൂടെ നടന്നാൽ തന്നെ പല മനോഹരമായ കാഴ്ചകളും കാണാൻ കഴിയും. ഇതാണ് യോർക്ക് മിൻസ്റ്റർ. ഗോത്തിക് സ്റ്റൈലിൽ നിർമ്മിച്ച ഒരു കത്തീഡ്രലാണിത്. AD 637 തുടങ്ങിയ ഈ പള്ളിക്ക് ഇപ്പോൾ 72 മീറ്റർ ഉയരമുണ്ട്. മൂന്ന് ടവറുകളുള്ള ഇതിന്റെ സെന്റർ ടവറിന്റെ മുകളിലേക്ക് 275 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഇത് യോർക്ക് സിറ്റി വാൾ. യോർക്ക് സിറ്റി സെന്ററിന് ചുറ്റുമായി 2 മണിക്കൂറോളം നടക്കാവുന്ന രീതിയിലാണ് ഈ വാൾ ഉള്ളത്. യോർക്കിൽ കാണേണ്ട മറ്റൊരു മ്യൂസിയമാണ് നാഷണൽ റെയിൽവേ മ്യൂസിയം. വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് സ്റ്റീം ട്രെയിനും ജാപ്പനീസ് ബുള്ളറ്റ് ട്രെയിനും ഒക്കെയുള്ള ഈ മ്യൂസിയത്തിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്. യോർക്കിന്റെ ചരിത്രപ്രധാനമായ മറ്റൊരു സ്ഥലമാണ് ക്ലിഫോർഡ്സ് ടവർ. യോർക്ക് കാസിലിന്റെ അവശേഷിപ്പാണിത്. ക്ലിഫോർഡ്സ് ടവറിന് അടുത്തായി കാസിൽ മ്യൂസിയവും യോർക്ക് ആർമി മ്യൂസിയവും ഉണ്ട്. യോർക്കിലെ ഏറ്റവും ചെറിയ സ്ട്രീറ്റ് ആണിത്. 80 അടി മാത്രമാണ് ഇതിന്റെ നീളം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.